നമ്മുടെ നാട്ടിൽ ഒരു വിധവയായ ഒരു സ്ത്രീക്ക് സമൂഹം കൊടുക്കുന്ന മാന്യത അല്ലെങ്കിൽ വില എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകണമെങ്കിൽ നമുക്കറിയാം. മിമിക്രി ആർട്ടിസ്റ്റ് കൊല്ലം സുധി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രേണു സുധി. ഈ രേണു സുധിയെ ആളുകൾ പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആ സ്ത്രീയെക്കുറിച്ച് പറയുന്നതും അവരെ അപമാനിച്ചുകൊണ്ട് കാണിക്കുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന വീഡിയോസും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീ വിധവയായി പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സുധി എന്ന് പറയുന്ന ആൾ ജീവിച്ചിരുന്നെങ്കിൽ ആ സ്ത്രീ ഒരുപക്ഷെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും സമൂഹം ഒരുപക്ഷെ അതിനെ അവഗണിച്ചേനെ. കാരണം ചോദിക്കാൻ ഒരാണുണ്ട് എന്നുള്ളൊരു ഒരൊറ്റ കാരണം കൊണ്ട്. ഇന്ന് ആ സ്ത്രീക്ക് ചോദിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ അതൊരു സാധു സ്ത്രീയാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് അവരെന്ത് ചെയ്താലും അത് കുറ്റമായിട്ട് മാറുന്നത്. ആ സ്ത്രീ എന്ത് ചെയ്താലും കുറ്റമായിട്ട് മാറുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേലും ഈ പറയുന്ന ഇറാനുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലുണ്ടായ നമുക്കുണ്ടാകുന്ന എന്താ പറയുക എഫക്റ്റ്. കാരണം നമുക്കറിയാം, പാചകവാതകമൊന്നും നമ്മളുടെ ഈ രാജ്യത്തേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇപ്പോൾ ഒരു മലയാളി മരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ പിന്നെ അതുപോലെ വിദേശ രാജ്യങ്ങളിൽ കിടക്കുന്ന ആളുകൾക്ക് സ്വൈര്യമായിട്ട് ഉറങ്ങാനോ ജോലി ചെയ്യാനോ പറ്റാത്ത അവസ്ഥയായി. പലരും തിരിച്ച് നാട്ടിലേക്ക് കയറിപ്പോന്നു. അപ്പോൾ ഇത്തരം വലിയ വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ കിടക്കുമ്പോൾ ഇതൊന്നും രേണു സുധി കാരണമല്ല എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള, ഞാനിപ്പോൾ പറയാണ്, ഇതൊന്നും രേണു സുധി കാരണമല്ല ഇത്രയും വലിയ സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നത്. ആ സ്ത്രീ ഒരു വിധവയാണെന്നും അവർക്ക് ജീവിക്കാൻ ആകെ അവരുടെ കയ്യിലുള്ളത് അവരുടെ ആ കുറച്ച് കഴിവുകളും അവരുടെ ആ ശരീരവും മാത്രമാണ്. അത് അവർ ആർക്കും വിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. സോഷ്യൽ മീഡിയയിൽ അതിനേക്കാൾ മാന്യത ഇല്ലാത്ത രീതിയിൽ പിന്നെ കുടുംബവും കുട്ടികളും ഭർത്താക്കന്മാരും ഉള്ള ആളുകൾ അതിനേക്കാൾ മാന്യത ഇല്ലാത്ത രീതിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു വീഡിയോ മാത്രം ഒരു തെറ്റായിട്ട് ചിത്രീകരിച്ചിട്ട് അവരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് എന്തിന് ഇങ്ങനെ ഈ ക്രൂശിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ആ സ്ത്രീയെ ഈ ഉപദേശിക്കുന്നവർ ആരും ആ സ്ത്രീയെ സഹായിച്ചോ അല്ലെങ്കിൽ അവർക്കൊരു ജീവിതമാർഗം നേടി കാണിച്ചു കൊടുത്തോ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും കാണിച്ചു കൊടുത്തതായിട്ട് ആ സ്ത്രീ എവിടെയും പറഞ്ഞിട്ടുമില്ല. എന്നെ ഉപദേശിച്ച അല്ലെങ്കിൽ എന്നെ ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് എന്നോട് ചൂണ്ടിക്കാണിച്ചിട്ട് പകരം എനിക്ക് മറ്റൊരു ജീവിതമാർഗം കാണിച്ചെന്ന ഒരു വ്യക്തിയാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സ്ത്രീ ഒരിക്കൽ പോലും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അവർ താഴെ തട്ടിൽ നിന്ന്, അതായത് ഭർത്താവ് മരിച്ച വിധവയായിരിക്കെ ആ ഒരു, അറിയാലോ, നമ്മൾക്കറിയാം, ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ഭാര്യ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റേ ആളുടെ അവസ്ഥ, ആ അടുത്ത ആരാണോ ഉള്ളത് ആ ഇണയുടെ അവസ്ഥ എന്താണെന്നുള്ളത് അത് തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അപ്പം ആ ഒരു എന്താ പറയുക ഒരു ദുരന്തത്തിൽ നിന്ന് ആ സ്ത്രീ തിരിച്ചു വന്നത് ജീവിതത്തിലേക്കാണ്. അത് അവരുടെ വിൽ പവറാണ്, അത് അവരുടെ കഴിവാണ്. പക്ഷേ ആ കഴിവിനെ സമൂഹം ഒരു മോശക്കാരിയായിട്ട് ചിത്രീകരിക്കുമ്പോൾ നമ്മളുടെ സമൂഹം ഇത് എത്രയും നിലവാരം കുറഞ്ഞ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. സ്ത്രീകൾ മാത്രമല്ല അവരെ പഴിചാരുന്നത്, പുരുഷന്മാരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവർക്കെതിരെ വീഡിയോ ചെയ്യുന്നു, ആഘോഷിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഉപജീവനം എന്ന് പറയുന്നത് എല്ലാവരുടെയും അവകാശമാണ്. അതിന് നമ്മൾ പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കും. ആ സ്ത്രീ ഒരിക്കലും ഈ പറയുന്നത് പോലെ നാട്ടിൽ ബോംബ് വെക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നാടിന് ദുരന്തം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ കുടുംബം തകർത്തതായിട്ടോ ഒന്നും എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. അവർക്ക് അവരുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ കുറച്ച് കഴിവുകളും അവരുടെ ആ ആരോഗ്യമുള്ള ശരീരവും മാത്രമാണ്. അത് വെച്ച് അവർ മറ്റുള്ളവർക്ക് ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അതിന് ഈ ഭൂമിയിൽ അവർക്കും അവകാശമുണ്ട്. നമ്മുടെ രാജ്യം അതിനെ അനുവദിക്കുന്നുണ്ട്. പിന്നെ എന്തിന് ഇത്രയും ആഘോഷം? കാരണം അവർക്ക് വേണ്ടി ചോദിക്കാൻ ആരും വരില്ല എന്നുള്ള ഉറപ്പ് കൊണ്ട് മാത്രമാണ് ആ സ്ത്രീയെ ഇത്രയും മോശമായിട്ട് ചിത്രീകരിക്കുന്നത്. ഒരു സ്ത്രീ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഷക്കീലയും സിൽക്ക് സ്മിത പോലുള്ള ആളുകളൊക്കെ അവരൊക്കെ വളരെ ഡീസൻ്റ്, പേഴ്സണലി അവരൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. ഈ പറയുന്ന ഷക്കീല അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സിൽക്ക് സ്മിത എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ വ്യക്തിപരമായിട്ട് വളരെ ഡീസൻറ്റും പിന്നെ എഡ്യൂക്കേറ്റഡുമാണ്. അവർ എഡ്യൂക്കേറ്റഡ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു എഡ്യൂക്കേഷൻ അല്ല, സ്കൂളിൽ നിന്നുള്ള എഡ്യൂക്കേഷൻ അല്ല. അവർക്ക് നോളജ് ഉള്ളവരാണ്, അവർക്ക് വിവരമുള്ളവരാണ്, അവരുടെ ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്. ഈ ഷക്കീലയെയും ഈ സിൽക്ക് സ്മിതയെയും പോലുള്ള ആളുകളെ നെഞ്ചിലേറ്റിയ മലയാളികൾ, ഞാനൊരിക്കലും കമ്പയർ ചെയ്യല്ല ആ സ്ത്രീയെ വെച്ചിട്ട്. ഇപ്പോൾ രേണു സുധിയോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ത്രീകൾ ആരെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് അവർക്ക് ജീവിക്കാനായിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടുമ്പോൾ അതിനെ വിമർശിക്കാനായിട്ട് ഒരു യോഗ്യതയില്ലെന്ന് മനസ്സിലാക്കണം. മനസ്സിലായോ? നിങ്ങൾ ആരും ഈ പറയുന്ന ആ സ്ത്രീയെ വിമർശിക്കുന്നവരാരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അതിനുള്ള യോഗ്യതയില്ല. അവരാരുടെയും പിന്നെ പഴിവാതിക്കൽ വന്ന് കൈ നീട്ടിയിട്ടില്ല.
അവരാരുടെയും മുന്നിൽ വന്നിട്ട് യാചിച്ചിട്ടില്ല. അവർ അന്തസ്സായിട്ട് ഒരു കഷ്ടപ്പെട്ട് അവർക്ക് അറിയാവുന്ന എന്താണോ അവർക്ക് അറിയാവുന്ന തൊഴിൽ ആ ജോലി ചെയ്തിട്ട് അവർ അവരുടെ ഉള്ളിൽ കലാപരമായിട്ടുള്ള ആ കലയോടുള്ള താല്പര്യം ഉള്ളതുകൊണ്ടാണ് അവർ ചെയ്യുന്നില്ലേ. ക്യാമറയുടെ മുമ്പിൽ അവരെന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്നവരെ അംഗീകരിക്കുന്നുണ്ട്. അപ്പം അവരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതിയിട്ട് ഈ കുറേ ആളുകൾ എന്തിനാ അവരെ ഈ തേജോവധം ചെയ്യണം? ഈ സമൂഹത്തിൽ ജീവിക്കാനായിട്ട് അർഹതയുള്ള അവകാശമുള്ളൊരു സ്ത്രീ കൂടിയാണ് അവർ. അവരെ തേജോവധം ചെയ്യുന്നത് എന്തോ വലിയ ആഘോഷം പോലെയാണ്. രേണുസുധിയെക്കുറിച്ച് പറഞ്ഞ് രേണുസുധിയുടെ ഓരോ വീഡിയോകൾ ഇറങ്ങുമ്പോൾ അത് പോസ്റ്റ് ചെയ്തുകൊണ്ട് ചെറുപ്പക്കാർ, എനിക്ക് മനസ്സിലാത്തത് സ്ത്രീകൾ ചെയ്താൽ അത് പോട്ടെ, സ്ത്രീകൾ തമ്മിലാണെന്ന് പറയാം. ഈ ചെറുപ്പക്കാർ ഇത്രയും എന്താ പറയുക, ആണുങ്ങൾ എന്തിനാ ഈ സ്ത്രീയെ ഇത്രയും തേജോവധം ചെയ്യുന്നത്? ആണുങ്ങൾക്ക് എത്രയോ കാര്യങ്ങളുണ്ട്. ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമൂഹത്തിൽ ആ സ്ത്രീ ഒരു കോപ്പും ചെയ്യുന്നില്ല. ആ സ്ത്രീ സമൂഹത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ പലർക്കും രേണുസുധി അറിയില്ല എന്നുള്ളതാണ്. കുടുംബത്തിരിക്കുന്ന സ്ത്രീകൾക്ക് പലർക്കും രേണുസുധി അറിയില്ല എന്നുള്ളതാണ്. ഇവർ ഇത്രയും രേണുസുധി എന്ന് പറയുന്ന ആളെ ഫോളോ ചെയ്തിട്ട് അവരെന്ത് ചെയ്യണമെന്ന് നോക്കിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിലവാരമില്ലാത്തതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ സ്ത്രീ എങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ. അവരവരുടെ മക്കളെ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ മക്കളെ നോക്കുന്നില്ല, ഇതൊന്നും നമ്മൾ തിരക്കേണ്ട, നമ്മുടെ വിഷയമല്ല അത്. പേഴ്സണലി ഇതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർ നോക്കിക്കോളും. ഇല്ലെങ്കിൽ ആ കുട്ടികൾ അവർ നോക്കിയില്ലെങ്കിൽ ആ കുട്ടികൾക്ക് അവർക്കെതിരെ പരാതിപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും എന്താ പറയുക, പരാതിപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കുട്ടികൾ പരാതിപ്പെട്ടോട്ടെ, അമ്മ ഞങ്ങൾ നോക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട്. അതിന് ഇത്രയും ചൊറിച്ചിൽ ഈ നാട്ടുകാർക്ക് എന്താണ്? നാട്ടുകാർക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അല്ല, ഈ കുറച്ച് ആളുകൾ അതായത് രേണുസുധി എന്ന് പറയുന്ന ആളെ വെച്ച് പണം ഉണ്ടാക്കി അല്ലെങ്കിൽ ആ സ്ത്രീയെ വെച്ചിട്ട് എന്താ പറയുക, കുറച്ച് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് കിട്ടുമെന്ന് അറിയാവുന്നവരാണ് അവരെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള. എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ? അവർ ജീവിച്ചു പോയിക്കോട്ടെ, അവരും ജീവിക്കണ്ടേ ഈ സമൂഹത്തിൽ. ആ സ്ത്രീ എങ്ങനെയാലും ജീവിച്ചോട്ടെ. നിങ്ങൾക്കാർക്കും താല്പര്യമില്ലെങ്കിൽ അവരുടെ വീഡിയോ കാണണ്ട. ഞാൻ ഒരിക്കൽ പോലും രേണുസുധി എന്ന് പറയുന്ന ആളുടെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. കാരണം അവരെന്ത് വീഡിയോ ആണെങ്കിലും അല്ലെങ്കിൽ നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, അവർ മോശം വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാനിതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ അവരിപ്പോൾ ഈ പറയുന്നത് പോലെ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആളുകൾ വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞ്, അത് അവരുടെ ടാലൻ്റാണ്, അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് അവരോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. പിന്നെ അവരെന്തെങ്കിലും കാണിക്കാതിരിക്കുക, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മുടെ നാട്ടിലെ നിയമം അംഗീകരിച്ചിട്ടല്ലേ അത്. അതിന് ഇവിടെ കിടന്ന് ഈ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഫോട്ടോയും പൊക്കി പിടിച്ച് അവരുടെ വീഡിയോയും പൊക്കി പിടിച്ച് ചൊറിയുന്നത് എന്തിനാണ്? അയ്യോ, ചെറുപ്പക്കാർ ഇത്ര അതപ്പതിക്കരുത്. ഉള്ള കാര്യം പറയാമല്ലോ, ചെറുപ്പക്കാർ ഇത്രയും മോശമായി അതപ്പതിക്കരുത്. ഒരു സ്ത്രീക്ക് ഭർത്താവില്ല, അവർ ഈ സമൂഹത്തിൽ ജീവിച്ചു പോകണ്ടേ? അവർ കടം മേടിച്ച് ജീവിക്കാനായിട്ട് കടം മേടിച്ച് അവരൊരു സുപ്രഭാതത്തിൽ കെട്ടിത്തൂങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതേ സമൂഹം തന്നെ അവരെക്കുറിച്ച് ഓർത്ത് ഈ പറയുന്ന പോലെ ദുഃഖിക്കും. അവർക്ക് വേറെ എന്തെങ്കിലും ചെയ്തുകൂടായിരുന്ന, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കൂടായിരുന്ന, എന്തിനാണ് മരിച്ചതെന്ന് ചോദിക്കും. ഇപ്പം അവർ ചാകാതെ അവരുടെ ഭർത്താവ് മരിച്ചിട്ട് അവർ പിടിച്ചു നിന്ന് മരിക്കാതെ അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതേ സമൂഹം തന്നെ അവരെ കുറ്റപ്പെടുത്തുന്നു. ഒരു സ്ത്രീക്ക് ഈ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതിൻ്റെ മാക്സിമം അവർ ചെയ്യുന്നുണ്ട്. അത് അവരുടെ ടാലൻ്റാണ്. അവർ ബിഗ് ബോസ് വരെ എന്നുള്ള പ്രോഗ്രാമിൽ പോയി മോഹൻലാൽ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന നമുക്കറിയാമല്ലോ, ആ വ്യക്തിയോട് വരെ ഡയറക്റ്റ് സംസാരിക്കാൻ ഇടേണ്ട അത്രയും അവരുടെ കഴിവിനെ നമ്മൾ അംഗീകരിക്കുക, അല്ലാതെ അവരെ മോശപ്പെടുത്താതെ. നമ്മളുടെ മലയാളികൾ നമ്മളൊരു കുടുംബം പോലെയാണ്. നമ്മളെ കൂട്ടത്തിലെ ഒരു സഹോദരിയായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സഹോദരിയായിട്ടോ ഒരു ഫ്രണ്ടായിട്ടൊക്കെ കണ്ടിട്ട് അവർ രക്ഷപ്പെട്ടു പോട്ടെ, അവർ ജീവിച്ചോട്ടെ. ആ കാഴ്ചപ്പാടിലൂടെ കാണുക, അല്ലാതെ തെറ്റായിട്ട് എടുക്കാതെ. നമ്മളെല്ലാവരും ഒരു സമൂഹമാണ്. നമ്മൾ കേരളം എന്ന് പറഞ്ഞ ഒരു സമൂഹമാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരാളും അതപ്പതിച്ചോ ഒറ്റപ്പെട്ടോ പോകാൻ പാടില്ല. നമ്മൾക്കിടയിലൂടെ അവരും ജീവിച്ചു പോട്ടെ, അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ വേണം ചിന്തിക്കാൻ. അല്ലാതെ കുറ്റം പറയാനും ഈ പറയുന്നത് ഒരു പെണ്ണിനിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നിട്ടല്ല ജീവിക്കേണ്ടത്. ശരിയല്ല. ആ നടപടി മാറ്റിവെക്കുക. നിങ്ങളുടെയൊക്കെ കുടുംബത്തുള്ള ഒരു സ്ത്രീക്കാണ് ഈ ഗതി വന്നിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുമായിരുന്നു. അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് ചിന്തിച്ചാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ സ്ത്രീയെ വെറുതെ ആവശ്യമില്ലാതെ അവർ ചെയ്യുന്നത് എന്താണെന്ന് തിരക്കി നടക്കണ്ട. അവരെന്തെങ്കിലും ചെയ്ത് ജീവിച്ചു പോയിക്കോട്ടെ. ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ കാണുന്ന പോസ്റ്റുകളും വീഡിയോസും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. കാരണം എല്ലാവർക്കും ഈ നാട്ടിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ അവരവരുടെ വഴിക്ക് വിടുക. ഓക്കെ.